ബിന്ദുജനോടാണ്. ബിന്ദുജ ഒരു മിമിക്രി ആർട്ടിസ്റ്റും കൂടിയാണ്. സോ പൊതുവെ നോക്കുമ്പോൾ ആണുങ്ങളാണ് കൂടുതലും മിമിക്രി ചെയ്യുന്നത്. അപ്പൊ എത്രത്തോളം ചാലഞ്ചിങ് ആണ് ഒരു മിമിക്രി ആർട്ടിസ്റ്റ് എന്ന നിലയിൽ. പിന്നെ ഈ ഒരു മൂവി ആണെങ്കിലും ഡെബ്യൂ മൂവിയാണല്ലോ. സോ വെയിറ്റ് ചെയ്യായിരുന്നു ഇങ്ങനെ ഒരു ചാൻസിന് വേണ്ടിയിട്ട്. ഫസ്റ്റ് മിമിക്രിയുടെ കാര്യം പറയാം. ചലഞ്ചിങ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ മത്സരിച്ച സമയത്ത് ഞങ്ങൾ മിക്സഡ് ആയിട്ടായിരുന്നു ആ ടൈമിൽ. ആൺകുട്ടികളും പെൺകുട്ടികളും ആയിരുന്നു മിമിക്രി. ഒരു കലോത്സവം ഞാൻ 7 തവണ സ്റ്റേറ്റ് നാഷണൽ വിന്നറായിരുന്നു മിമിക്രി. അപ്പോൾ അങ്ങനെ മിമിക്രി ഒരു ടൈറ്റ് മത്സരം ആയി തുടങ്ങിയപ്പോൾ പിന്നെ സ്പ്ലിറ്റ് ചെയ്തു. ആൺകുട്ടികളുടെ മിമിക്രി, പെൺകുട്ടികളുടെ മിമിക്രി. അങ്ങനെ ഇപ്പോൾ കലോത്സവ വേദികളിൽ ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് മിമിക്രി എന്ന് പറഞ്ഞൊരു കാര്യം. സിംഗറാണ്. സ്വാതിരുന്നാൾ സംഗീത കോളേജിലാണ് ഞാൻ പഠിച്ചത് മ്യൂസിക്. അപ്പോൾ എപ്പോഴും സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ പാട്ടുകാരിയാണെങ്കിൽ ഒരു പാട്ടിൽ കൂടെ തന്നെ സിനിമ വരണമെന്ന് ആഗ്രഹിക്കുന്ന അഭിനയം കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ ഡബ് ചെയ്യാനും എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. 2-3 ക്യാരക്ടറിന് ശബ്ദം മാറ്റി ഡബ് ചെയ്യാനും ഇവിടെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പാട്ട് പാടി തന്നെ സിനിമയിൽ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഈ മിമിക്രി എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ ചാനലിൽ മിമിക്രി ചെയ്തപ്പോഴാണ് എൻ്റെ പ്രതിഭയുടെ കാണുന്നത്. ഒരു പക്ഷേ എല്ലാവരെയും പോലെ ഞാൻ പാട്ട് പാടി പോയിരുന്നില്ല. അന്ന് നാദസ്വരം എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒരു 4 കല്യാണം ലൈവായിട്ട് ശരിക്കുള്ള കല്യാണം എനിക്ക് നാദസ്വരം പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെയും തഞ്ചാവൂർ, തമിഴ്നാട്ടിലെയും തകലിൻ്റെയും നാസത്തിൻ്റെയും വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ പോയിട്ട് എൻ്റെ നാസി കൊണ്ട് എനിക്ക് നാദസ്വരം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അന്ന് നാദസ്വരവും നാടൻപാട്ടുമാണ് ഞാൻ അന്ന് പെർഫോം ചെയ്തത്. അതുകൊണ്ടാണ് പ്രതിഭയുടെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്നെ പെട്ടെന്ന് ഇങ്ങനെ ഓർത്ത് വെച്ചിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഈ ഒരു സിനിമയിലേക്ക് എന്താ പറയുക ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വരാൻ തന്നെ കാരണമായത്. അപ്പോൾ ഈ കാര്യത്തിൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ജോമി ബ്രോ ഞങ്ങളെല്ലാവരെയും കരുതുവാണ്. പാട്ടുകാരാണെങ്കിലും അഭിനേതാക്കളാണെങ്കിലും എന്താ പറയുക ഇതിനകത്ത് വേഷം കൈകാര്യം ചെയ്തിരിക്കുന്ന ഓരോ ആളുകൾക്കും എന്താ പറയുക വലിയൊരു കരുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മൂവിയിലത്തെ പാട്ടിലൂടെ വേറെ അവസരങ്ങളും വന്നായിരുന്നു. തീർച്ചയായിട്ടും കുറച്ച് ഷോർട്ട് മൂവീസ്, ഒരു ഫിലിമിൻ്റെ എനിക്ക് തോന്നുന്നു കുഞ്ചാക്കോബ് സാറിനെയും മഞ്ജു വാര്യർ. എനിക്ക് ഇത് പ്രതിഭയുടെ അടുത്തേക്ക് ഭയങ്കര പ്രൗഡാണ് കേട്ടോ. അതിങ്ങനെ അടുത്തിരിക്കാൻ തന്നെ ഒരു വലിയ പ്രൗഡാണ്. അതിലൊരു ട്രാക്ക് അതിന് ട്രെയിലറിന് വേണ്ടിയിട്ടാണ് പാടി കൊടുത്തത്. ജാനകിയമ്മയുടെ വോയിസ് മോഡുലേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ പാടിയിട്ട് കൊടുത്തു. ഈ മൂവിക്ക് ശേഷമാണ്, ഈ മൂവി കണ്ടിട്ടാണ് ഈ പാട്ട്, അതായത് പാട്ട് നമുക്ക് ഞാൻ പറഞ്ഞില്ല 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് പാട്ട് നമ്മുടെ പാടി പുറത്തിറക്കി. അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു. എത്രയോ പേര് പാട്ട് പാടി. ഞാൻ ഇതിന് തുണ്ടവൻകര ഇടത്തോട്ട് എന്ന് പറഞ്ഞൊരു സിനിമയിൽ സയനോർ ചേച്ചിക്ക് പകരം ഒരു പാട്ട് പാടാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇതുവരെയായിട്ട് അത് പുറത്തിറങ്ങിയിട്ടില്ല. ആ സിനിമ പോലും അങ്ങനെ ഒരു കൊറോണ കാലത്തിന് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ മനസ്സിലോർത്തു നമുക്ക് അവസരം, നമ്മുടെ ടാലൻറ്റ് കണ്ടിട്ട് ഒരു അവസരം നമ്മൾ തേടിയെത്തും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സ്റ്റേജ് ഷോസും കാര്യങ്ങളും ഒക്കെ. ഈ മിമിക്രി കൂടെ തന്നെയാണ് ഒരുപാട് രാജ്യങ്ങളിലൊക്കെ പോകാൻ പറ്റിയത്. മിമിക്രി എന്ന് പറയുന്നത് കൊണ്ടാണ്, മിമിക്രി എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ നിന്നതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇന്ന് ഇത്രയും വലിയൊരു എന്നെ തേടിയെത്തിയത്.